ഞാനിന്നിവിടെ ലിവർ കറിയാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് 1 കിലോ ലിവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുരുമുളക് പൊടി മെയിനായിട്ട് നിർത്തിക്കൊണ്ട് തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. ലിവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങി ഒരു 6-7 വിസിലിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ലിവർ അരിഞ്ഞ് വെക്കണം. അതിന് ശേഷം നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 ചുള വെളുത്തുള്ളി, ഇതെല്ലാം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ചതച്ചെടുക്കണം. അതിലേക്ക് നമുക്കൊരു 7 പച്ചമുളകും എടുത്ത് അതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. ആ 3 സവാളയും നന്നായിട്ട് വാട്ടണം. അപ്പോൾ നമുക്ക് എണ്ണയുടെ കുറവ് കുറച്ചുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വേണ്ട എണ്ണയും ഒഴിച്ചു കൊടുത്ത് ഈ 3ഉം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മളൊരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത്, പിന്നെ ബീഫ് മസാല ഞാനൊരു 1/2 സ്പൂൺ ബീഫ് മസാലയും ഇട്ട് കൊടുത്ത് ഒരു 1.5 സ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത്, 2 സ്പൂൺ കുരുമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വാടി മസാലയുടെ പച്ചപ്പ് മാറിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ ഇട്ട് അതും നന്നായിട്ട് വാട്ടിയെടുക്കുക. തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിൽ വാടിയതിന് ശേഷം ഞാനൊരു വലിയ തേങ്ങയാണ് എടുത്തേക്കണത്. അപ്പോൾ ആ തേങ്ങയുടെ ഇടപ്പാലും, അതായത് 2-ാം പാലും 3-ാം പാലും ആണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ്സോളം വരുന്ന തലപ്പാൽ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 2-ാം പാലും 3-ാം പാലും ഞാൻ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് കുറുകി വരുന്നവരെ അതിലേക്ക് ഒരല്പം വിനാഗിരിയും കല്ലുപ്പും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കണം. അപ്പോൾ നമുക്ക് ആ നേരത്ത് ഉപ്പും ഒക്കെ നോക്കാം. പിന്നെ കരൾ വേവിക്കാൻ വെക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം കരൾ വേവിക്കാനായിട്ട്, എന്നാലേ കരളിൽ ഉപ്പ് പിടിക്കുള്ളൂ. ചാറ് നന്നായിട്ട് വെട്ടിത്തിളച്ച് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കരളിടാം. കരൾ നന്നായിട്ട് തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വേകട്ടെ. അപ്പോൾ കരളും നന്നായി വെട്ടിത്തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് തീ കുറച്ച് മൂടിയിടാം. സിമ്മിലിട്ടിട്ട് ചെറുതിയിൽ ഒരു 10-15 മിനിറ്റ് കിടക്കുന്നത് നല്ലതാണ്. ചാറ് അവിടെ കിടന്ന് കുറുകട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ചാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറ്റി ചെറിയ രീതിയിലൊന്ന് കുറുകിയൊക്കെ വന്ന് നമുക്ക് വേണ്ട ഉപ്പോ അല്ലെങ്കിൽ പുളിയുടെയൊക്കെ കുറവുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി തൂകിയും കൂടെ കൊടുക്കണുണ്ട്. ചാറൊക്കെ വെട്ടിത്തിളച്ചൊന്ന് കുറുകി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 1 ഗ്ലാസ്, ഒരു അത്യാവശ്യം വലിയ ഗ്ലാസ് തന്നെയാണ്, അതിൽ1 ഗ്ലാസ് ഞാൻ തലപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാൽ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തലപ്പാലും കിടന്ന് നന്നായിട്ടൊന്നൊരു 5-10 മിനിറ്റ് ഒന്ന് കുറുകിയെടുക്കണം. ചാറൊക്കെ നന്നായിട്ട് വറ്റി കുറുകിയതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കരൾ കറി എന്ന് വെച്ചാൽ നമുക്ക് അപ്പത്തിൻ്റെ, ചോറിൻ്റെ, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയതും ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് കരൾ കറി. നമുക്ക് ക്രിസ്മസ്, ഈസ്റ്റർ, അതേപോലെ തന്നെ നല്ല ദിവസങ്ങളിലൊക്കെ നമുക്ക് ഡിഷിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ താരം എന്ന് പറയണത് ഈ കരൾ കറി തന്നെയാണ്. നമുക്കപ്പോൾ ക്രിസ്മസിനൊക്കെ കരൾ കറി വെക്കാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.